കന്യാകുമാരി സ്വദേശിയിലെ മുൻചിറ സ്വദേശികളായ ഐവിൻ സെന്തിൽകുമാർ എന്നിവർ ജോലി സംബന്ധമായാണ് മസ്കറ്റിലേക്ക് പോയത്. ഇരുവരും ഫോണിലൂടെ വീട്ടിലേക്ക് ബന്ധപ്പെടാറുണ്ടെങ്കിലും നാട്ടിലേക്ക് എത്തിയിട്ട് വർഷങ്ങളേറെയായി. സ്വന്തം മക്കളെ ഒരിക്കൽ കൂടി ഒന്ന് കാണണമെന്ന ആഗ്രഹവുമായാണ് ഇവരുടെ അച്ഛനും അമ്മയും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ഐവിനെയും സെന്തിൽകുമാറിനെയും കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നമുക്ക് ഈ അച്ഛനോടും അമ്മയോടും തന്നെ ചോദിച്ചറിയാം. ഒരു മകൻ പോയിട്ട് 10 വർഷം, വേറൊരു മകൻ പോയിട്ട് 6 വർഷം. ഒരു തവണ വന്നിട്ട് ഇപ്പം 6 വർഷമായി. ആര്? ഇളയ മകൻ. മൂത്തവൻ പോയിട്ട് തീരെ വന്നില്ല. ഇല്ല. ഇപ്പം എവിടെയാണ്? നിശ്ചയമില്ല. നിശ്ചയമുണ്ട്. അറബിയുടെ കൂടെ തന്നെ. എന്ത് ജോലിയാ? നേസം പണിയാണ് പോയത്. ഈ 10 വർഷത്തിന് മുമ്പ് മൂത്ത മകൻ പോയിട്ട് 1 വർഷം കഴിഞ്ഞുകൊണ്ട് ഇളയ മകനെയും വിളിച്ച് അപ്പോൾ അവിടെ നേരത്തെ പണി നടത്തി ഇവിടുത്തെ ആളുകൾ പണി മതിയാക്കി, മേസം പണി മതിയാക്കി. അപ്പോൾ അറബി പറഞ്ഞ് നിങ്ങൾ ഈ പണിയെടുത്ത് ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ 2 മക്കളും കൂടെ പണി സ്വന്തമായിട്ട് അങ്ങ് ചെയ്ത് അങ്ങനെ ഇരിക്കുക. ഞങ്ങൾ സ്ഥലത്ത് നിന്ന് ജോലിക്കാർ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു 15 ആളുകളെ ഞങ്ങൾ അയച്ചു കൊടുത്ത് 2-3 വർഷം ജോലിക്കാരനൊന്ന് ജോലി ചെയ്ത് പിന്നെ എല്ലാവരും പിണങ്ങി പിരിഞ്ഞ് എല്ലാ ജോലിക്കാരും പോയപ്പോൾ ഇവർ 2 പേര് മാത്രം. അപ്പോൾ എടുത്ത പണികൾ ബംഗാളികളെയൊക്കെ ചെയ്ത് തീർത്ത് കൊടുത്തിട്ട് അറബി എടുത്ത് പറഞ്ഞ് ഞങ്ങൾ പണിയെല്ലാം ചെയ്ത് പൂർത്തിയായി, ഇനിയിപ്പോൾ പണി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ അറബി പറഞ്ഞ് നിങ്ങൾ 2 പേരും വീട്ടിൽ പോയിട്ട് വാ. അപ്പോൾ ഇവരെ ഇത് എന്തെന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ അടുത്തുള്ള ജോലിക്കാരൊക്കെ നമ്മളെ കൂടെ നിന്ന് പിണങ്ങി പോയത് കൊണ്ട് നമ്മൾ കമ്പനി പൊളിഞ്ഞ് വീട്ടിൽ വന്നെന്ന് അറിയാതെ ഇരിക്കാൻ വേണ്ടി അവിടെ നിന്ന് അറബി എടുത്ത് ചോദിച്ച് റിലീസ് മേടിച്ച് വേറെ അറബിയുടെ കൂടെ പോകണമെന്ന് ഇവർ കരുതി അവിടെ നിന്ന്. അപ്പോൾ അറബി എടുത്ത് ഇവർ നേരെ വിട്ട് പറഞ്ഞില്ല, റിലീസ് തരണം, ഞങ്ങൾ വേറെ പോകുന്നതെന്ന് പറഞ്ഞില്ല. അങ്ങനെ ഒരു 7-8 മാസം കഴിഞ്ഞ് അറബിയുമായിട്ട് കൂട്ടിമുട്ടി പിന്നെ ചോദിച്ചപ്പോൾ അറബി പറഞ്ഞ് റിലീസ് തരില്ല, ഒന്നിൽ ഞങ്ങളിവിടെ നിന്ന് ജോലി ചെയ്യും, ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയി. അപ്പോൾ ഇവരവിടെ പോയി തട്ട് സാധനമൊക്കെ കുറച്ച് പണി സാധനങ്ങൾ ഒപ്പിച്ചതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ച് പൂട്ടി അവിടെ റൂം വാടകയ്ക്ക് എടുത്ത് അവിടെ ഇരിക്കായിരുന്നു. അനിയന് ചേട്ടൻ, എൻ്റെ ഇളയ മോനും മൂത്ത മോനും കൂടെ. അങ്ങനെ കുറേ കാലം ഇപ്പോൾ 2-2.5 വർഷമായി പണി നിർത്തിയിട്ട് പിന്നെ ഒരു പണിയും ഇവർ ചെയ്യുന്നില്ല. അപ്പോൾ വീണ്ടും എൻ്റെ അളിയൻ സൗദിയിലിരുന്ന ആളുണ്ട്, അവരെ ഭാഷ അറിയാം, അങ്ങനെ ഫോണിൽ കൂടെ അറബി എടുത്ത് സംസാരിച്ചു. അപ്പോൾ അറബി പറഞ്ഞ് റിലീസ് കൊടുക്കില്ല, വീട്ടിലേക്ക് അയക്കാമെന്ന് പറയുന്നതില്ലാതെ ഒരു കാര്യവും അറബി ചെയ്യില്ല. 1 വർഷം ആകുമ്പോൾ മൂത്ത മോൻ്റെ അടുത്ത് ചെന്ന് പറയും, നിങ്ങൾക്ക് പേപ്പറൊക്കെ റെഡിയാക്കി തരാം, നിങ്ങൾ അയക്കാം, നിൽക്കിയെന്ന് പറയും. അപ്പോൾ ഇവരിത് വിശ്വസിച്ച് ഞങ്ങൾ CSI ആണ്, ക്രിസ്ത്യൻസ്. ആ വഴിയിൽ ഇവർ ഈ പള്ളിയിൽ പോകും, പ്രാർത്ഥനയും എല്ലാം കൂടെ അങ്ങ് നടക്കും. അപ്പോൾ ഇവർ ജോലി ചെയ്തില്ലെങ്കിലും ഇവരെ ചിലവുകൾ നടക്കും. 2 വർഷത്തിന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു പൈസയും തന്നിട്ടില്ല. ഫോണിൽ കൂടെ ഞങ്ങൾ വിളിച്ചാലും വിളിക്കും, സംസാരിക്കും. അവരിങ്ങോട്ട് വിളിക്കാറുണ്ട്. അറബിയുടെ കീഴിൽ തന്നെ ഇളയ മോന് വിസ തീർന്നിട്ട് 2 വർഷം കഴിഞ്ഞ്, മൂത്ത മോൻ്റെ വിസ തീർന്നിട്ട് 9 മാസത്തോളമായി. ആ വിസ അവർ അടിച്ചു കൊടുത്തതിൻ്റെ ലാസ്റ്റ് സെറാക്സ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അറബി പറയുന്നത് പിന്നെ ഈയിടയ്ക്ക് ഒരു 10-15 ദിവസം മുമ്പ് പോലീസുകാർ പിടിച്ച് ഇവർക്ക് വിസ ഇല്ല എന്ന് അറിഞ്ഞ് പോലീസുകാർ റൂമിൽ നിന്ന് പിടിച്ച് കൊണ്ടുപോയി ഒരു 4-5 ദിവസം സ്റ്റേഷനിൽ ഇരുത്തിയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട വേറെ ഒരാളുണ്ട്, അവരുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചിലവുണ്ടെങ്കിൽ ഞങ്ങൾ തരാം, ഇവരെ ടിക്കറ്റ് എടുത്ത് ഞാറ്റി അയക്കണം എന്നൊക്കെ ഞങ്ങൾ അങ്ങനെ ബന്ധപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അറബി പോയി മൂത്ത മോൻ്റെ തോളത്ത് തട്ടി പറഞ്ഞ് നിങ്ങൾ വീട്ടിൽ പോകാനുള്ളതോ അല്ലെങ്കിൽ വേറെ റിലീസ് വേണോ, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം, എൻ്റെ തെറ്റാണ്, ഞാൻ നിങ്ങളെ കാര്യങ്ങൾ നോക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, നിങ്ങൾ എൻ്റെ കൂടെ വാന്ന് ചെന്ന് സ്റ്റേഷനിൽ വിളിച്ച് കൂട്ടിക്കൊണ്ടുപോയി. ഇപ്പോൾ 15 ദിവസത്തോളമായി ഇവർക്ക് വേണ്ടി ഒരു കാര്യവും അറബി ചെയ്തിട്ടില്ല. ടിക്കറ്റ് എടുത്ത് കൊടുത്ത് വീട്ടിലേക്ക് അയച്ചില്ല, റിലീസും കൊടുത്തില്ല, ഒന്നുമില്ല. അപ്പോൾ മക്കളുടെ അടുത്ത് ഞങ്ങൾ എംബസിയിൽ പോകാൻ പറഞ്ഞു. എംബസിയിൽ അവർ പോയിട്ട് അവർക്ക് നാട്ടിൽ പോകണമെന്ന് പറയാം തന്നെ സാറേ, ഞങ്ങളിതങ്ങനെ പറഞ്ഞു. അപ്പോൾ മൂത്ത മകനാണെങ്കിൽ ഈ മതപരമായിട്ട് കുറച്ച് പ്രാർത്ഥനയും കാര്യവും നടക്കുന്നത്. അയാൾ പറയുന്നത് ഞാൻ എംബസിയിൽ പോവില്ല, അപ്പോൾ എംബസി പോയി കോർട്ടിൽ പോകണം, പോലീസ് സ്റ്റേഷനിൽ പോകണം, അങ്ങനെ പോവില്ല എന്ന് ഇവർ ഒരു നിർബന്ധം മൂത്ത മകൻ. അപ്പോൾ ഇളയ മകൻ പറയുന്നത് ഞാൻ വീട്ടിൽ വരാം, മൂത്ത മകൻ പറയുന്നത് വരില്ല ഇപ്പോൾ എന്ന് ഈ 10 വർഷം അയാൾ പറയുന്നത്. 6 വർഷം അയാൾ പറയുന്നത് ഞാൻ വീട്ടിൽ വരാം, പക്ഷേ ഞാൻ വന്നാൽ ചേട്ടൻ അവിടെ തന്നെ നിൽക്കും, വീട്ടിലേക്ക് വരില്ല, അതുകൊണ്ട് എന്തെങ്കിലും വരുമ്പോൾ അവരെയും കൊണ്ടേ വരുള്ളൂ ഇളയവൻ പറയുന്നത്. മൂത്താളെ പേരെന്താ പറഞ്ഞത്? മൂത്താൾ സെന്തിൽകുമാറാണ് ഇപ്പൊ അങ്ങനെ ഉടക്കി നിൽക്കുന്നത്. വീട്ടിൽ വരില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. അയാൾ വരാതെ ഇളയൊന്നും വരില്ല എന്ന് പറഞ്ഞു വീട്ടിലേക്ക്. നേരത്തെ 2 വർഷത്തിന് മുമ്പ് ഉള്ളത് ജോലി ചെയ്താൽ എന്തെങ്കിലും ഉള്ളത് അയച്ചു തരും. എത്ര മക്കളായി? 2 മക്കളുള്ളൂ. 2 മക്കളും ഒരു മകളുമുണ്ട്. മകളും മൂത്തത്. അവൾക്ക് കുഴപ്പമൊന്നുമില്ല. നോക്കാം നമുക്ക് സെന്തിൽകുമാർ എന്താ എങ്ങനെ നിലപാടെടുക്കണാവോ. പള്ളിയിലൊക്കെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ആളല്ലേ, അതിനെന്താ കുഴപ്പം?
അങ്ങനെ പ്രാർത്ഥനയും കാര്യമ്പോൾ പോകുമ്പോൾ ഇവരെ ചിലവുകൾ കഴിയും. അങ്ങനെ നടക്കുന്നത്, വീട്ടിൽ വിളിച്ചിട്ട് വരുന്നതുമില്ല. ഇതാണെങ്കിൽ മക്കളെ എണ്ണവും വ്യാരം എടുത്ത് പ്രഷർ കയറി. ഇവിടെ അനന്തപുരി ആശുപത്രിയിൽ ഇപ്പം 2 മാസം 1.5 മാസമായതേ ഉള്ളൂ ചികിത്സ കഴിഞ്ഞ് പോയിട്ട്. ഇപ്പം അവിടുത്തെ ചികിത്സയിൽ ഇരിക്കുകയാണ്. എപ്പോഴും മക്കളെ കാണണം. പ്രവാസ ലോകം മസ്കത്തിലെ പ്രവർത്തകരോടാണ്. 2 സഹോദരന്മാർ 10 വർഷം 6 വർഷമായിട്ട് നാട്ടിൽ വന്നിട്ടില്ല. ഇവരെ കഥ കേട്ടു. ഇവർ നാട്ടിൽ വരാൻ പറ്റുന്ന അവസ്ഥ ഉണ്ട് ഇവർക്ക്. വേണമെങ്കിൽ എംബസിയിലൊക്കെ പോയതാക്കിയാൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇവരുടെ ജീവിതത്തിൽ. ഇവർ പിന്നെ എംബസിയിൽ പോയാൽ പോലീസിൽ പോകേണ്ടി വരുമോ എന്തൊക്കെയാണെന്ന്. എന്തായാലും നമ്മളെ പ്രവർത്തകർ എങ്ങനെയെങ്കിലും ഒന്ന് ബന്ധപ്പെട്ട് സംസാരിച്ച് ഇവരെ കൺവിൻസ് ചെയ്ത് കാര്യങ്ങൾ ഇതാക്കുക ചെയ്യുന്നു. ഒരു പള്ളിയിലൊക്കെ പോകുന്ന CSI ആയിട്ടുള്ള ഇതിൽ ധാരയിൽ വരുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇവർ. എനിക്ക് തോന്നുന്നു പാവങ്ങളാണ് ഇവർ. അറബി പറയുന്നതൊക്കെ വിശ്വസിച്ച് അറബിയും വലിയ കുഴപ്പം ഉള്ള ആളായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇതിലെവിടെയൊക്കെ ഒരു കോർഡിനേഷൻ്റെ കുഴപ്പമായിട്ടാണ് ഈ കുടുംബത്തിൻ്റെ പ്രശ്നം എനിക്ക് തോന്നുന്നത്. അപ്പോൾ കഴിയുന്നതും ആരെങ്കിലും ഇടപെട്ട് അറബിയുമായി സംസാരിച്ച് ഇവർ നാട്ടിലെത്തും, യാതൊരു സംശയമില്ല. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒരു സമാധാനമാവും. 10 വർഷമായിട്ട് പിന്നെ നാട്ടിൽ ആളെ കൊണ്ടുപോയി പൊളിഞ്ഞ് അതൊന്നും വലിയ കാര്യമുള്ളതല്ല സെന്തിൽ. അങ്ങനെയൊന്നും ആലോചിക്കേണ്ട കാര്യമല്ല. നമ്മൾ നല്ല കാര്യം ചെയ്ത് നിങ്ങളൊന്നും ഉണ്ടാക്കിയില്ലല്ലോ അതിൽ നിന്ന്. നിങ്ങൾ കൊണ്ടുപോയി നിങ്ങൾ ആളുകളെ പറ്റാവുന്നിടത്തോളം കാലം ജോലി ചെയ്യിച്ച് അതൊക്കെ സ്വാഭാവികമായിട്ടുള്ളതല്ലേ. അതിൽ നിങ്ങളെല്ലാം തെറ്റുപറ്റി, അതിലൊരു തെറ്റും പറ്റിയില്ല സെന്തിൽ. സെന്തിൽ കാണേണ്ടത് അച്ഛനെ അമ്മയും കാണുക എന്നുള്ളത്. അമ്മയ്ക്കൊക്കെ വയ്യ, 10 വർഷമായില്ലേ സെന്തിൽ. ആ കാരണം ഈ കാരണമൊക്കെ പറഞ്ഞിട്ട് അനിയൻ നിങ്ങളില്ലാതെ പോരില്ല. അത് ന്യായമായൊരു സംഗതിയാണ്. നിങ്ങൾ അനിയൻ പോന്നാൽ നിങ്ങൾ നാട്ടിലേക്ക് വരില്ല എന്ന് അയാൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പള്ളിയിൽ പോയിട്ട് എന്താ കാര്യം? എല്ലാ ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് എന്താ കാര്യം? മാതാപിതാക്കളെ നോക്കാത്ത, കാണാൻ കൂട്ടാക്കാത്ത 10 വർഷമായിട്ടുള്ള ഒരാളെ കുറിച്ചിട്ട് ദൈവത്തിന് എന്താ തോന്നുക? ദൈവത്തിന് നിങ്ങളോടൊരു സ്നേഹം തോന്നണമെങ്കിൽ മാതാപിതാക്കളെ നിങ്ങൾ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും വേണ്ടേ. അത് ചെയ്യാതെ എങ്ങനെയാണ് ദൈവം നിങ്ങളുടെ ഭാഗത്തുണ്ടാവുക? പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പോൾ കർത്തവ്യങ്ങൾ, കടമകൾ പൂർത്തിയാക്കുന്ന മക്കളെയാണ് ദൈവത്തിന് ഇഷ്ടം. അപ്പോഴേ പ്രാർത്ഥിച്ചാൽ ഫലം ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അച്ഛനെ അമ്മയും വന്ന് കാണണം. ഞങ്ങളെ പ്രവർത്തകരെ കണ്ടാൽ സഹായങ്ങൾ ചെയ്തു തരും, അറബിയുമായിട്ട് സംസാരിക്കും. നിങ്ങളെ ബന്ധുക്കളുണ്ട്, അവർ സംസാരിക്കും. നിങ്ങൾ കുറച്ചൊക്കെ എംബസിയിൽ പോയി പറഞ്ഞാൽ അവർ അറബിയെ വിളിപ്പിക്കും. എന്തിനാ ഭയക്കുന്നത്? ഭയക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ നാട്ടിൽ വരാൻ, അമ്മയും അച്ഛനെയും കാണാൻ, നാട്ടിൽ വന്ന് പുതിയ ജീവിതം ആരംഭിക്കാൻ. എന്തിനാണ് സെന്തിൽ മടിക്കുന്നത്? അപ്പോൾ സെന്തിൽ കഴിയുന്നതും നാട്ടിൽ വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുക. ഞങ്ങളെ പ്രവർത്തകർ നിങ്ങളുടെ അടുത്തേക്ക് വരും, അതുപോലെ എംബസികൾ നിങ്ങളെ സഹായിക്കും. നിങ്ങൾ തീരുമാനം എടുക്കുക തിരിച്ചു വരാൻ. അറബിയോട് സ്ട്രോങ് ആയിട്ട് പറയാം വരണമെന്ന്, അല്ലാതെ വേറെ എന്തൊരു തമാശയാണ് അത്. അപ്പോൾ രണ്ടുപേരും നാട്ടിലേക്ക് വരിക. അത് അമ്മ അച്ഛനൊക്കെ ഇരുന്ന് കരയണ് കണ്ടില്ല മക്കളെ നിങ്ങൾ. അതെന്താ നിങ്ങൾ മനസ്സിലാക്കുക? അമ്മയ്ക്ക് വയ്യ വർത്താനം. അമ്മയ്ക്ക് എല്ലാം പറയണ്ട. അമ്മേ എല്ലാം പറയണ്ട, ഒന്നും പറയാൻ കൂടി വയ്യ.